GK ടിപ്സ് PSCയിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി 7 നടന്ന വിമൺ സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിൻ്റെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാ ക്രമം ഏത്? 1. മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം, 2. കുളച്ചൽ യുദ്ധം, 3. ആറ്റിങ്ങൽ കലാപം, 4. ശ്രീരംഗപട്ടണം ഉടമ്പടി. ഓപ്ഷൻസ് എ 1, 2, 3, 4, ബി 1, 3, 4, 2, സി 3, 1, 2, 4, ഡി 4, 1, 3, 2. ആൻസർ ഓപ്ഷൻ സി 3, 1, 2, 4. ആദ്യം നടന്നത് ആറ്റിങ്ങൽ കലാപം, പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം, പിന്നെ കുളച്ചൽ യുദ്ധം, ഏറ്റവും അവസാനം ശ്രീരംഗപട്ടണ ഉടമ്പടി. 2. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. 1. ആത്മവിദ്യാസംഘം വൈകുണ്ഠസ്വാമികൾ, 2. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ, 3. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാരഗുരുദേവൻ, 4. യോഗക്ഷേമ സഭ അയ്യങ്കാളി. ഓപ്ഷൻസ് എ 1, 4, ബി 1, 2, സി 1, 2, 4, ഡി 2, 3, 4. തെറ്റായ ജോഡിയാണ് ചോദിച്ചത്. ആൻസർ വരെ ഓപ്ഷൻ എ ആണ് 1, 4. ആത്മവിദ്യാസംഘം വൈകുണ്ഠസ്വാമികൾ തെറ്റാണ്. യോഗക്ഷേമ സഭ അയ്യങ്കാളി തെറ്റാണ്. 3. താഴെ തന്നിരിക്കുന്നവയിൽ 1857 കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത്? 1. കലാപത്തിൽ ഡൽഹിയിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബാണ്. 2. ഒരു ദിവസം നമ്മുടെ വായിൽ അകപ്പെടാൻ പോകുന്ന ഒരു ചെറിയായി ഔദ് വിശേഷിപ്പിക്കപ്പെട്ടു. 3. തോമസ് ജോൺസ് ബാർക്കർ 1859 വരച്ച ചിത്രമാണ് ഇൻ മെമ്മോറിയം. 4. 1857 മെയ് 10 മീററ്റിലാണ് കലാപം ആരംഭിച്ചത്. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഓപ്ഷൻസ് 1, 3, 4, എ 1, 3, 4, ബി 2, 4, സി 2, 3, 4, ഡി 3, 4. ആൻസർ വരെ ഓപ്ഷൻ ബി ആണ് 2, 4. ഒരു ദിവസം നമ്മുടെ വായിൽ അകപ്പെടാൻ പോകുന്ന ഒരു ചെറിയ ഔദ് വിശേഷിപ്പിക്കപ്പെട്ടു. 1857 മെയ് 10 മീററ്റിലാണ് കലാപം ആരംഭിച്ചത്. 4. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ബന്ധമില്ലാത്തവ കണ്ടെത്തുക. 1. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തലാക്കി. 2. ക്രിപ്സ് ദൗത്യത്തിന്റെ പരാജയത്തെ തുടർന്ന് ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചു. 3. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. 4. 1930 മാർച്ച് 12 ഗാന്ധിജിയും അനുയായികളും ദണ്ഡിയാത്ര ആരംഭിച്ചു. ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത്. ഓപ്ഷൻസ് എ 1, 3, ബി 2, 4, സി 1, ഡി 1, 4. ആൻസർ വരെ ഓപ്ഷൻ സി ആണ് 1. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തലാക്കി എന്നുള്ളത് തെറ്റാണ്. നിസ്സഹകരണ പ്രസ്ഥാനമാണ് നിർത്തലാക്കിയത്. 5. ചുവടെ തന്നിട്ടുള്ളവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. 1. ലൈഫ് വീക്കിലി സാവോ താവോ ഫെൻ, 2. ലോങ് മാർച്ച് സൺയാത് സെൻ, 3. എനിക്ക് ശേഷം പ്രളയം ലൂയി 15 4. സോഷ്യൽ കോൺട്രാക്ട് വോൾട്ടയർ. ഓപ്ഷൻസ് 1, 2, 3, ബി 1, 3, 4, സി 2, 3, ഡി 1, 3. ശരിയായ ജോഡിയാണ് ചോദിച്ചത്. ആൻസർ ഓപ്ഷൻ ഡി 1, 3. ലൈഫ് വീക്കിലി സാവോ താവോ ഫെൻ, എനിക്ക് ശേഷം പ്രളയം ലൂയി 15. 6. ഇന്ത്യയുടെ 2025 സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത്? 1. 78ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു. 2. 80ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു. 3. വിശിഷ്ടാതിഥികളായി മറ്റ് രാജ്യത്തലവന്മാർ ഉണ്ടായിരുന്നില്ല. 4. 79ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഓപ്ഷൻസ് എ 1, 3, ബി 3, 4, സി 2, 3, ഡി 4 മാത്രം. ആൻസർ വരെ ഓപ്ഷൻ ബി ആണ് 3, 4. വിശിഷ്ടാതിഥികളായി മറ്റു രാജ്യത്തലവന്മാർ ഉണ്ടായിരുന്നില്ല. 79ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷമായിരുന്നു. ഓപ്ഷൻ ബി 3, 4. 7. ഗ്രാവിറ്റി അനോമലിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയെ കണ്ടെത്തുക. 1. വസ്തുക്കളുടെ പിണ്ഡത്തിലുള്ള വ്യത്യാസം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാണ്. 2. ശിലാവസ്തുക്കളുടെ ഘടനാ വ്യത്യാസം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാണ്. 3. ഭൗമകേന്ദ്രത്തിൽ നിന്നുള്ള അകലം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാണ്. ഓപ്ഷൻസ് എ 1 മാത്രം, ബി 2 മാത്രം, സി 3 മാത്രം, ഡി 1, 2, 3. ഗ്രാവിറ്റി അനോമലിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. ആൻസർ വരെ ഓപ്ഷൻ ബി 2 മാത്രം. ശിലാവസ്തുക്കളുടെ ഘടനാ വ്യത്യാസം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാണ് എന്നുള്ളത് തെറ്റാണ്. 8. ഇന്ത്യയുടെ ഉത്തരപർവ്വത മേഖലയിൽ കാണപ്പെടുന്ന ലവണജല തടാകം ഏതാണ്? ഓപ്ഷൻസ് എ വൂളാർ തടാകം, ബി രാകാസ് തടാകം, സി പാങ്കോങ്സോ തടാകം, ഡി ദാൽ തടാകം. ഉത്തരപർവ്വത മേഖലയിൽ കാണപ്പെടുന്ന ലവണജല തടാകം. ആൻസർ വരെ ഓപ്ഷൻ സി പാങ്കോങ്സോ തടാകം. 9. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന പട്ടണം. ഓപ്ഷൻസ് എ ഡാർജിലിംഗ്, ബി ഡെറാഡൂൺ, സി സിംല, ഡി മുസൂറി. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന പട്ടണം. ആൻസർ ഓപ്ഷൻ ബി ഡെറാഡൂൺ. 10. ആൻഡമാൻ നിക്കോബർ ദ്വീപുകളെ വേർതിരിക്കുന്ന കടൽ ചാനൽ ഏതാണ്? ഓപ്ഷൻസ് എ 11 ഡിഗ്രി ചാനൽ, ബി 10 ഡിഗ്രി ചാനൽ, സി 9 ഡിഗ്രി ചാനൽ, ഡി 8 ഡിഗ്രി ചാനൽ. ആൻഡമാൻ നിക്കോബർ ദ്വീപുകളെ വേർതിരിക്കുന്ന കടൽ ചാനൽ. ആൻസർ ഓപ്ഷൻ ബി 10 ഡിഗ്രി ചാനൽ. 11. ശിലാരൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1. പ്രാദേശിക കായാന്തരീകരണത്തിൽ മാഗ്മയുടെ ചൂട് കാരണം ശിലകൾക്ക് പുനഃപരലീകരണം സംഭവിക്കുന്നു.
2 ബലതന്ത്ര കായാന്തരീകരണത്തിൽ ശിലകൾ പൊടിഞ്ഞ് പുനഃപരലീകരണം സംഭവിക്കുന്നു. 3 സമ്പർക്ക കായാന്തരീകരണത്തിൽ ടെക്ടോണിക് ചലനത്താൽ ശിലകൾക്ക് പുനഃപരലീകരണം സംഭവിക്കുന്നു. ശിലാരൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഓപ്ഷൻസ് എ 1 മാത്രം, ബി 2 മാത്രം, സി 3 മാത്രം, ഡി 1 2 3. ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. ബലതന്ത്ര കായാന്തരീകരണത്തിൽ ശിലകൾ പൊടിഞ്ഞ് പുനഃപരലീകരണം സംഭവിക്കുന്നു. 12 2025 വർഷത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ആഗോള പട്ടിണി സൂചിക അനുസരിച്ച് ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം ഏതാണ്? ഓപ്ഷൻസ് എ ഹെയ്ത്തി, ബി സുഡാൻ, സി പാപ്പുവ ന്യൂഗിനിയ, ഡി സൊമാലിയ. 2025 വർഷത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ആഗോള പട്ടിണി സൂചിക അനുസരിച്ച് ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം. ആൻസർ ഓപ്ഷൻ ഡി സൊമാലിയ. 13 ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? 1 അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, 2 രാസവളങ്ങളും കീടനാശിനികളും, 3 ദരിദ്ര കർഷകർ ധനിക കർഷകർ എന്നിങ്ങനെയുള്ള അന്തരം ഇല്ലാതായി. ഓപ്ഷൻസ് എ 1 3, ബി 1 2, സി 1 2 3, ഡി 2 3. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് റിപ്പീറ്റ് ചെയ്തു വന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്, 1 2 അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങളും കീടനാശിനികളും. 14 പുത്തൻ സാമ്പത്തിക പരിഷ്കാരത്തിൽ പെടാത്തത് ഏത്? 1 ഉദാരവൽക്കരണം, 2 വ്യവസായവൽക്കരണം, 3 സ്വകാര്യവൽക്കരണം, 4 ആഗോളവൽക്കരണം. ഓപ്ഷൻസ് എ 2 മാത്രം, ബി 3 മാത്രം, സി 1 4, ഡി ഇവയല്ല. പുത്തൻ സാമ്പത്തിക പരിഷ്കാരത്തിൽ പെടാത്തതാണ് ചോദിച്ചത്. ആൻസർ വരിക ഓപ്ഷൻ എ 2 മാത്രം, വ്യവസായവൽക്കരണം പുത്തൻ സാമ്പത്തിക പരിഷ്കാരത്തിൽ പെടാത്തതാണ്. 15 ഇന്ത്യൻ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത്? 1 ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി PC മഹലനോബിസ് ആണ്. 2 സോവിയറ്റ് മാതൃകയിലുള്ള പഞ്ചവത്സര പദ്ധതികളാണ് ഇന്ത്യ സ്വീകരിച്ചത്. 3 1947 ഇന്ത്യയിൽ പ്ലാനിംഗ് ആരംഭിച്ചത്. ഓപ്ഷൻസ് എ 1 2, ബി 2 മാത്രം, സി 3 മാത്രം, ഡി 2 3. ഇന്ത്യൻ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത്. ആൻസർ വരിക ഓപ്ഷൻ സി ആണ്, 3 മാത്രം. 1947 ഇന്ത്യയിൽ പ്ലാനിംഗ് ആരംഭിച്ചത് എന്നുള്ളത് തെറ്റാണ്. 16 താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ ഏതെല്ലാം? 1 സാമ്പത്തിക വളർച്ച, 2 സ്വാശ്രയത്വം, 3 നീതി, 4 നവീകരണം. ഓപ്ഷൻസ് എ 1 2 3, ബി 1 3 4, സി 2 3 4, ഡി ഇവയെല്ലാം. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങളാണ് ചോദിച്ചത്. ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം. സാമ്പത്തിക വളർച്ച, സ്വാശ്രയത്വം, നീതി, നവീകരണം. 17 കേന്ദ്ര ബാങ്കിന്റെ ധർമ്മങ്ങളിൽ പെടാത്തത് ഏത്? 1 കറൻസി നോട്ട് അടിച്ചിറക്കുക, 2 ബാങ്കുകളുടെ ബാങ്ക്, 3 നികുതി നിരക്ക് നിശ്ചയിക്കുക, 4 ഗവൺമെന്റിന്റെ ബാങ്ക്. ഓപ്ഷൻസ് എ 2 മാത്രം, ബി 3 മാത്രം, സി 3 4, ഡി 1 2. കേന്ദ്ര ബാങ്കിന്റെ ധർമ്മങ്ങളിൽ പെടാത്തത്. ആൻസർ വരിക ഓപ്ഷൻ ബി 3 മാത്രം. നികുതി നിരക്ക് നിശ്ചയിക്കുക കേന്ദ്ര ബാങ്കിന്റെ ധർമ്മമല്ല. 18 നീതി ആയോഗുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? 1 ആസ്ഥാനം ന്യൂഡൽഹിയിലെ നീതി ഭവൻ, 2 സ്ഥാപിതമായത് 2015 ജനുവരി 1, 3 നിലവിലുള്ള CEO പരമേശ്വരൻ അയ്യറാണ്. ഓപ്ഷൻസ് എ 1 2 3, ബി 2 3, സി 1 2, ഡി 1 3. നീതി ആയോഗുമായി ബന്ധപ്പെട്ട് ശരിയായതാണ് ചോദിച്ചത്. ആൻസർ വരിക ഓപ്ഷൻ സി ആണ്, 1 2. ആസ്ഥാനം ന്യൂഡൽഹിയിലെ നീതി ഭവൻ, സ്ഥാപിതമായത് 2015 ജനുവരി 1. 19 കേവല ഭൂരിപക്ഷ സമ്പ്രദായം സിമ്പിൾ മെജോറിറ്റി എന്ന തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതെല്ലാം? 1 ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടിംഗ് ശതമാനത്തേക്കാൾ കൂടുതലായിരിക്കും ആ പാർട്ടിക്ക് ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണം. 2 വോട്ടർ വോട്ട് ചെയ്യുന്നത് പാർട്ടി ലിസ്റ്റുകൾക്കായിരിക്കും. 3 വോട്ടിംഗ് ശതമാനത്തിനനുസരിച്ച് നിയമസഭയിൽ പ്രാതിനിധ്യം ലഭിക്കുന്നു. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത്. ഓപ്ഷൻസ് എ 1 2 മാത്രം, ബി 1 3 മാത്രം, സി 2 3 മാത്രം, ഡി ഇവയെല്ലാം. ആൻസർ വരിക ഓപ്ഷൻ സി ആണ്, 2 3 മാത്രം. വോട്ടർ വോട്ട് ചെയ്യുന്നത് പാർട്ടി ലിസ്റ്റുകൾക്കായിരിക്കും എന്നുള്ളത് ശരിയല്ല. 3 വോട്ടിംഗ് ശതമാനത്തിനനുസരിച്ച് നിയമസഭയിൽ പ്രാതിനിധ്യം ലഭിക്കുന്നു എന്നുള്ളതും ശരിയല്ല. 20 മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്ന അവകാശങ്ങൾ ഏതെല്ലാം? 1 ജോലി ചെയ്യാനുള്ള അവകാശം, 2 സാമ്പത്തിക ചൂഷണത്തിനെതിരായ അവകാശം, 3 സാമൂഹികവും സാമ്പത്തികവുമായ നീതിക്കുള്ള അവകാശം. ഓപ്ഷൻസ് എ 2 3 മാത്രം, ബി 1 2 മാത്രം, സി 1 3 മാത്രം, ഡി ഇവയൊന്നുമല്ല. മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്ന അവകാശങ്ങൾ ഏതെല്ലാം? ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ്, ഇവയൊന്നുമല്ല. 21 അവിശ്വാസ പ്രമേയം നോ കോൺഫിഡൻസ് മോഷനുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? 1 അവിശ്വാസ പ്രമേയം പാസ്സായാൽ പകരം മന്ത്രിസഭ നിലവിൽ വരുന്നത് വരെ നിലവിലെ മന്ത്രിസഭ തുടരുന്നു. 2 അവിശ്വാസ പ്രമേയത്തിന് സ്പീക്കറുടെ അനുമതി ആവശ്യമാണ്. 3 2 അവിശ്വാസ പ്രമേയങ്ങൾ തമ്മിലുള്ള കാലയളവ് 3 മാസമായിരിക്കും. അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത്. ഓപ്ഷൻസ് എ 1 2 മാത്രം, ബി 2 3 മാത്രം, സി 1 3 മാത്രം, ഡി 1 2 3 മുകളിൽ പറഞ്ഞവയല്ല. ആൻസർ വരെ ഓപ്ഷൻ സി ആണ്, 1 3 മാത്രം. അവിശ്വാസ പ്രമേയം പാസ്സായാൽ പകരം മന്ത്രിസഭ നിലവിൽ വരുന്നത് വരെ നിലവിലെ മന്ത്രിസഭ തുടരുന്നു, തെറ്റാണ്. 2 അവിശ്വാസ പ്രമേയങ്ങൾ തമ്മിലുള്ള കാലയളവ് 3 മാസമായിരിക്കും എന്നുള്ളതും തെറ്റാണ്. 22 മൗലിക അവകാശങ്ങളുടെ സവിശേഷതകളിൽ ശരിയായത് ഏതല്ല?
1 ഭരണകൂടത്തിന്റെ അധികാരത്തെ നിയന്ത്രിക്കുന്നു. 2 കോടതി മുഖേന സ്ഥാപിച്ചു കിട്ടുന്നു. 3 മൗലികാവകാശങ്ങളിൽ ചിലത് ഇന്ത്യയിലെ വിദേശ പൗരന്മാർക്കും ലഭ്യമായ അവകാശമാണ്. ഓപ്ഷൻസ് എ 1, 2 മാത്രം, ബി 2, 3 മാത്രം, സി 1, 3 മാത്രം, ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. മൗലികാവകാശങ്ങളുടെ സവിശേഷതകളിൽ ശരിയായതാണ് ചോദിച്ചത്. ആൻസർ വരെ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഭരണകൂടത്തിന്റെ അധികാരത്തെ നിയന്ത്രിക്കുന്നു, കോടതി മുഖേന സ്ഥാപിച്ചു കിട്ടുന്നു, മൗലികാവകാശങ്ങളിൽ ചിലത് ഇന്ത്യയിലെ വിദേശ പൗരന്മാർക്കും ലഭ്യമായ അവകാശമാണ്. 23 സംസ്ഥാന ഭരണകൂടത്തെ രാഷ്ട്രപതി പിരിച്ചുവിടുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ്? ഓപ്ഷൻസ് എ 356, ബി 346, സി 324, ഡി 352. സംസ്ഥാന ഭരണകൂടത്തെ രാഷ്ട്രപതി പിരിച്ചുവിടുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ്? ആൻസർ ഓപ്ഷൻ എ 356. 24 സ്വത്തവകാശം എന്ന നിയമപരമായ അവകാശം ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻസ് എ 299A, ബി 300A, സി 301A, ഡി 302A. സ്വത്തവകാശം എന്ന നിയമപരമായ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്ന ആർട്ടിക്കിളാണ് ചോദിച്ചത്. ആൻസർ വരെ ഓപ്ഷൻ ബി 300A. 25 മൗലിക കടമകൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളുന്നത്? ഓപ്ഷൻസ് എ 3, ബി 4, സി 4A, ഡി 3A. മൗലിക കടമകൾ ഏത് ഭാഗത്താണ് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളുന്നത്? ആൻസർ ഓപ്ഷൻ സി 4A. 26 താഴെ പറയുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏത്? എ വ്യാപാരവും വാണിജ്യവും, ബി പൊതുജനാരോഗ്യം, സി കൃഷി, 4 ട്രേഡ് യൂണിയനുകൾ. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം ആൻസർ വരെ ഓപ്ഷൻ ഡി ട്രേഡ് യൂണിയനുകൾ. 27 അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഏത്? എ കുതിര, ബി കഴുത, സി ആന, ഡി സീബ്ര. ആൻസർ വരെ ഓപ്ഷൻ സി ആന. 28 2018 പ്രളയത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ വീട് തകർന്നവരിൽ ഉൾപ്പെട്ട കിടപ്പ് രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും അധിക ധനസഹായം നൽകുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ പദ്ധതി ഏത്? ഓപ്ഷൻ എ ആശ്വാസകിരണം പദ്ധതി, ബി പ്രത്യുദ്ധാനം പദ്ധതി, സി സഹജീവനം പദ്ധതി, ഡി മിത്രം പദ്ധതി. 2018 പ്രളയത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ വീട് തകർന്നവരിൽ ഉൾപ്പെട്ട കിടപ്പ് രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും അധിക ധനസഹായം നൽകുന്ന പദ്ധതി. ആൻസർ വരിക ഓപ്ഷൻ ബി പ്രത്യുദ്ധാനം പദ്ധതി. 29 സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ സല്ലാപം മന്ദഹാസം പദ്ധതികൾ സമൂഹത്തിലെ ഏത് വിഭാഗത്തെയാണ് ഉൾക്കൊള്ളുന്നത്? എ ഭിന്നശേഷി വിഭാഗം, ബി യുവജനങ്ങൾ, സി വയോജനങ്ങൾ, ഡി വിദ്യാർത്ഥികൾ. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ സല്ലാപം മന്ദഹാസം പദ്ധതികൾ ഏത് വിഭാഗത്തെയാണ് ഉൾക്കൊള്ളുന്നത്? ആൻസർ ഓപ്ഷൻ സി വയോജനങ്ങൾ. 30 15 മുതൽ 35 വയസ്സ് വരെയുള്ള യുവജനങ്ങൾക്ക് സാംസ്കാരിക കലാ കായിക മത്സരങ്ങളിൽ കഴിവ് തെളിയിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏത്? എ യുവശക്തി, ബി കേരളീയം, സി സ്ലാഷ് പദ്ധതി, ഡി യുവജന കമ്മീഷൻ. 15 മുതൽ 35 വയസ്സ് വരെയുള്ള യുവജനങ്ങൾക്ക് സാംസ്കാരിക കലാ കായിക മത്സരങ്ങളിൽ കഴിവ് തെളിയിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി. ആൻസർ ഓപ്ഷൻ ബി കേരളീയം. 31 മാലിന്യമുക്ത കേരളത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏത്? എ സ്നേഹാരാമം പദ്ധതി, ബി നവജീവൻ, സി സമാശ്വാസം പദ്ധതി, ഡി സമന്വയ പദ്ധതി. മാലിന്യമുക്ത കേരളത്തിനായി നടപ്പിലാക്കിയ പദ്ധതി. ആൻസർ എ സ്നേഹാരാമം പദ്ധതി. 32 താഴെ സൂചിപ്പിച്ചിരിക്കുന്നവയിൽ ഏത് ഹോർമോണാണ് സ്ത്രീ ശരീരത്തിൽ ഗർഭകാലത്ത് മാത്രം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? ഓപ്ഷൻസ് എ തൈറോക്സിൻ, ബി ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ, സി ഈസ്ട്രജൻ, ഡി പ്രൊജസ്ട്രോൺ. ഗർഭകാലത്ത് മാത്രം സ്ത്രീകളുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ. ആൻസർ വരെ ഓപ്ഷൻ ബി ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ, HCG എന്ന് പറയുന്ന ഹോർമോൺ. 33 ജലദോഷത്തിന് കാരണമായ രോഗകാരി ഏത്? ഓപ്ഷൻ എ റൈനോ വൈറസ്, ബി HIV, സി സ്ട്രെപ്റ്റോകോക്കസ്, ഡി ബാക്ടീരിയോഫേജ്. ജലദോഷത്തിന് കാരണമായ രോഗകാരി. ആൻസർ ഓപ്ഷൻ എ റൈനോ വൈറസ്. 34 യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ അടിഞ്ഞുകൂടുന്നത് മൂലം ഉണ്ടാകുന്ന സന്ധിവീക്കം ഏതാണ്? ഓപ്ഷൻ എ ആർത്രൈറ്റീസ്, ബി ഗൗട്ട്, സി ടെറ്റനി, ഡി ഇവയൊന്നുമല്ല. യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ അടിഞ്ഞുകൂടുന്നത് മൂലം ഉണ്ടാകുന്ന സന്ധിവീക്കം. ആൻസർ ഓപ്ഷൻ ബി ഗൗട്ട്. 35 മലേറിയ രോഗം പരത്തുന്ന കൊതുക് ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഓപ്ഷൻ എ ഫീമെയിൽ അനോഫിലസ് കൊതുക്, ബി ഈഡിസ് കൊതുക്, സി ഫീമെയിൽ ക്യൂലക്സ് കൊതുക്, ഡി ഇവയൊന്നുമല്ല. മലേറിയ രോഗം പരത്തുന്ന കൊതുക്. ആൻസർ ഓപ്ഷൻ എ ഫീമെയിൽ അനോഫിലസ് കൊതുക്. 36 കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് എവിടെ ആരംഭിച്ചു? ഓപ്ഷൻസ് എ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആലപ്പുഴ, ബി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം, സി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്, ഡി ഇവയൊന്നുമല്ല. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക്. ആൻസർ വരെ ഓപ്ഷൻ ബി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം. 37 ടോയ്ലറ്റുകളിൽ നിന്നും ഉത്ഭവിക്കുന്നതും മനുഷ്യമാലിന്യങ്ങൾ അടങ്ങിയതുമായ മലിനജലമാണ്. ഓപ്ഷൻ എ ഗ്രേ വാട്ടർ, ബി റെഡ് വാട്ടർ, സി ബ്ലാക്ക് വാട്ടർ, ഡി ഇവയൊന്നുമല്ല. ടോയ്ലറ്റുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നതും മനുഷ്യമാലിന്യങ്ങൾ അടങ്ങിയതുമായ മലിനജലം. ആൻസർ വരെ ഓപ്ഷൻ സി ബ്ലാക്ക് വാട്ടർ. 38 താഴെ പറയുന്നവയിൽ നീളത്തിന്റെ യൂണിറ്റുകൾ ഏതെല്ലാമാണ്? 1 പ്രകാശവർഷം, 2 റേഡിയൻ, 3 പാർസെക്, 4 ന്യൂട്ടൺ മീറ്റർ. നീളത്തിന്റെ യൂണിറ്റുകളാണ് ചോദിച്ചത്. ഓപ്ഷൻസ് എ 1 2, ബി 1 3, സി 2 3, ഡി 3 4. ആൻസർ വരിക ഓപ്ഷൻ ബി 1 3 പ്രകാശവർഷവും പാർസെക്കും.
39. ക്രിക്കറ്റ് കളിയിൽ ഒരു ബാറ്റ്സ്മാൻ പന്ത് തറനിരപ്പിൽ നിന്നും 45 ഡിഗ്രി കോണളവിൽ അടിച്ചാലാണ് സിക്സർ ലഭിക്കാൻ ഏറ്റവും സാധ്യത. ഇതിന് പിന്നിലെ ശാസ്ത്രീയ കാരണം ഏറ്റവും ഉചിതമായി വിശദീകരിക്കുന്നത് എ 45 ഡിഗ്രി കോണളവിൽ പന്തടിക്കുമ്പോൾ പന്തിൻ്റെ തിരശ്ചീന വേഗഘടകം പരമാവധി ആയതിനാൽ, ബി 45 ഡിഗ്രി കോണളവിൽ പന്തടിക്കുമ്പോൾ പന്തിൻ്റെ ലംബ വേഗഘടകം പരമാവധി ആയതിനാൽ, സി 45 ഡിഗ്രി കോണളവിൽ പന്തടിക്കുമ്പോൾ പന്തിൻ്റെ ലംബ വേഗഘടകവും തിരശ്ചീന വേഗഘടകവും തുല്യമായതിനാൽ, ഡി 45 ഡിഗ്രി കോണളവിൽ പന്തടിക്കുമ്പോൾ വായു പ്രതിരോധം പൂർണ്ണമായും ഇല്ലാതാകുന്നതിനാൽ. ആൻസർ വരിക ഓപ്ഷൻ സി ആണ്. 45 ഡിഗ്രി കോണളവിൽ പന്തടിക്കുമ്പോൾ പന്തിൻ്റെ ലംബ വേഗഘടകവും തിരശ്ചീന വേഗഘടകവും തുല്യമായതിനാൽ. 40. ജലലഭ്യത വളരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ ജലസംരക്ഷണം പരമാവധി ഉറപ്പാക്കിക്കൊണ്ട് ചെടികൾക്ക് കൃത്യമായ അളവിൽ വെള്ളം ലഭിക്കാൻ സഹായിക്കുന്ന ഒരു ജലസേചന രീതിയാണ് തിരിനന. തിരിനനയിൽ താഴെ പറയുന്ന ഏത് ഭൗതിക പ്രതിഭാസമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? എ വിസ്കോസിറ്റി, ബി പ്ലവന തത്വം, സി ധാരാരേഖീയ പ്രവാഹം, ഡി കേശികത്വം. അപ്പം തിരിനനയിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന പ്രതിഭാസമാണ് ചോദിച്ചത്. ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ്, കേശികത്വം. 41. ഇന്ത്യയുടെ ആദ്യത്തെ എക്സ്റേ പോളറിമീറ്റർ ഉപകരണമാണ് എക്സ്പോസാറ്റ്. എക്സ്റേ പോളറിമെട്രി സാങ്കേതിക വിദ്യ വഴി എക്സ്പോസാറ്റിന് പഠനവിധേയമാക്കാൻ കഴിയാത്ത ആകാശവസ്തുക്കൾ ഏതെല്ലാം? എ എക്സോ പ്ലാനറ്റുകളും ധൂമകേതുക്കളും, ബി തമോഗർത്തങ്ങളും അവയുടെ ബൈനറികളും, സി ന്യൂട്രോൺ നക്ഷത്രങ്ങളും പൾസറുകളും, ഡി ആക്റ്റീവ് ഗാലക്റ്റിക് ന്യൂക്ലിയസും. എക്സ്റേ പോളറിമെട്രി സാങ്കേതിക വിദ്യ വഴി എക്സ്പോസാറ്റിന് പഠനവിധേയമാക്കാൻ കഴിയാത്ത ആകാശവസ്തുക്കളാണ് ചോദിച്ചത്. ആൻസർ ഓപ്ഷൻ എ, എക്സോ പ്ലാനറ്റുകളും ധൂമകേതുക്കളും. 42. യഥാർത്ഥ വാതകങ്ങൾ ആദർശ സ്വഭാവം കാണിക്കുന്നത് ഏതെല്ലാം സാഹചര്യങ്ങളിലാണ്? എ താഴ്ന്ന മർദ്ദം താഴ്ന്ന താപനില, ബി താഴ്ന്ന മർദ്ദം ഉയർന്ന താപനില, സി ഉയർന്ന മർദ്ദം ഉയർന്ന താപനില, ഡി ഉയർന്ന മർദ്ദം താഴ്ന്ന താപനില. യഥാർത്ഥ വാതകങ്ങൾ ആദർശ സ്വഭാവം കാണിക്കുന്ന സാഹചര്യം ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്, താഴ്ന്ന മർദ്ദം ഉയർന്ന താപനില. 43. ഒരു ലായനിയുടെ pH മൂല്യം 3 ആണെങ്കിൽ അതിൻ്റെ ഹൈഡ്രോണിയം അയോൺ ഗാഢത എത്രയായിരിക്കും? ഓപ്ഷൻസ് എ 1.0 × 10⁻³ മീറ്റർ, ബി 1.0 × 10⁻⁷ മീറ്റർ, സി 1.0 × 10⁻³ മീറ്റർ, ഡി 1.0 × 10⁻⁷ മീറ്റർ. ഒരു ലായനിയുടെ pH മൂല്യം 3 ആണെങ്കിൽ അതിൻ്റെ ഹൈഡ്രോണിയം അയോൺ ഗാഢത. ആൻസർ വരിക ഓപ്ഷൻ എ ആണ്, 1.0 × 10⁻³ മീറ്റർ. 44. താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ സമ ഇലക്ട്രോണിക വർഗ്ഗങ്ങളായത് ഏതൊക്കെ? 1 Na+K+, 2 Na+F-, 3 O2 - Mg2+, 4 Ca2+ Al3+. സമ ഇലക്ട്രോണിക് വർഗ്ഗങ്ങളാണ് ചോദിച്ചത്. ഓപ്ഷൻസ് എ 1, 2, ബി 2, 3, സി 2, 4, ഡി 1, 3. ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്, 2, 3. അതായത് സോഡിയം ഫ്ലൂറിനും ഓക്സിജൻ മഗ്നീഷ്യവും. 45. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2005 എന്നാണ് ക്വസ്റ്റ്യൻ പേപ്പർ, അത് അച്ചടിപ്പിച്ചതായിരിക്കാം, 2025 എന്നായിരിക്കും. പ്രഖ്യാപിച്ച ഏത് മിഷനാണ് ഇന്ത്യയുടെ അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനമായി വിശേഷിപ്പിക്കപ്പെടുന്നത്? ഓപ്ഷൻസ് എ മിഷൻ വജ്ര, ബി മിഷൻ ചക്ര, സി മിഷൻ സുദർശൻ ചക്ര, ഡി മിഷൻ തൃശൂൽ. ശ്രീ നരേന്ദ്രമോദി 2025 പ്രഖ്യാപിച്ച ഏത് മിഷനാണ് ഇന്ത്യയുടെ അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനമായി വിശേഷിപ്പിക്കപ്പെടുന്നത്? ആൻസർ വരിക ഓപ്ഷൻ സി, മിഷൻ സുദർശൻ ചക്ര. 46. വിഖ്യാത ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ പുത്രനായ എം രാമവർമ്മ രാജ ആദ്യ ചെയർമാനായ അക്കാദമി ഏതാണ്? ഓപ്ഷൻസ് എ കേരള ലളിതകലാ അക്കാദമി, ബി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി, സി കേരള സാഹിത്യ അക്കാദമി, ഡി കേരള സംഗീത നാടക അക്കാദമി. ആൻസർ വരിക ഓപ്ഷൻ എ ആണ്, കേരള ലളിതകലാ അക്കാദമി. 47. ഇന്ത്യ ആദ്യ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? ഓപ്ഷൻ എ ഷെഫാലി വർമ്മ, ബി സ്മൃതി മന്ദാന, സി ഹർമൻപ്രീത് കൗർ, ഡി ദീപ്തി ശർമ്മ. ഇന്ത്യ ആദ്യ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ. ആൻസർ ഓപ്ഷൻ സി, ഹർമൻപ്രീത് കൗർ. 48. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ കരസ്ഥമാക്കിയ മനുഷ്യനൊരു ആമുഖം എന്ന കൃതിയുടെ രചയിതാവ് ആര്? ഓപ്ഷൻ എ എസ് ഹരീഷ്, ബി ടി ഡി രാമകൃഷ്ണൻ, സി ഫ്രാൻസിസ് നെറോണ, ഡി സുഭാഷ് ചന്ദ്രൻ. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ കരസ്ഥമാക്കിയ മനുഷ്യനൊരു ആമുഖം എന്ന കൃതിയുടെ രചയിതാവ് ആൻസർ ഓപ്ഷൻ ഡി, സുഭാഷ് ചന്ദ്രൻ. 49. ക്ഷേത്ര സംസ്കാരത്തിന്റെ ഭാഗമായി AD 6-ാം ശതകം മുതൽ കേരളത്തിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്ന കലാരൂപം ഏതാണ്? എ മുടിയേറ്റ്, ബി സർപ്പം തുള്ളൽ, സി മോഹിനിയാട്ടം, ഡി കാക്കരശ്ശി നാടകം. ക്ഷേത്ര സംസ്കാരത്തിന്റെ ഭാഗമായി AD 6-ാം ശതകം മുതൽ കേരളത്തിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്ന കലാരൂപം. ആൻസർ ഓപ്ഷൻ സി, മോഹിനിയാട്ടം. 50. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മാതൃഭാഷാ പഠനത്തിന് അവസരം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംരംഭം ഏതാണ്?
ഓപ്ഷൻ എ സാക്ഷരതാ മിഷൻ, ബി മലയാളം മിഷൻ, സി സ്കോൾ കേരള, ഡി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മാതൃഭാഷാ പഠനത്തിന് അവസരം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംരംഭം. ആൻസർ ഓപ്ഷൻ ബി മലയാളം മിഷൻ. SCERT സീരീസിൽ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 7ാമത്തെ പാഠം ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് മെസപ്പൊട്ടോമിയ. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപ് മെസപ്പൊട്ടോമിയക്കാർ ചക്രങ്ങൾ നിർമ്മിച്ചിരുന്നതായി കരുതപ്പെടുന്നു. അവരുടെ ചക്രങ്ങൾ കട്ടിയുള്ള 3 കഷ്ണം പലകകൾ ചേർത്തുവെച്ച് തോൽപ്പട്ടയിൽ ചെമ്പാണി തറച്ച തരത്തിലായിരുന്നു. പിന്നീട് ഈജിപ്തുകാരും റോമക്കാരും ചക്രങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തി. ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം വളർന്നത്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് ഈ പ്രദേശം. 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം. ഇതിലുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്: മെസപ്പൊട്ടോമിയൻ സംസ്കാരം വളർന്നു വന്നത് ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്താണ്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് ഈ പ്രദേശം. മെസപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം 2 നദികൾക്കിടയിലുള്ള പ്രദേശം. ഇപ്പോൾ ഗതാഗത മാർഗങ്ങളെ 3ആയി തിരിച്ചിട്ടുണ്ട്: കരഗതാഗതം, ജലഗതാഗതം, വ്യോമഗതാഗതം. കരഗതാഗതത്തിൽ ഉൾപ്പെടുന്നതാണ് റോഡ് ഗതാഗതം, റെയിൽ ഗതാഗതം. ജലഗതാഗതത്തിൽ ഉൾനാടൻ ഗതാഗതവും കടൽ അല്ലെങ്കിൽ സമുദ്രത്തിലൂടെയുള്ള ഗതാഗതവും. വ്യോമഗതാഗതത്തിൽ ദേശീയ വ്യോമഗതാഗതവും അന്തർദേശീയ വ്യോമഗതാഗതവും. അപ്പോൾ കരഗതാഗതത്തിൽ ഫസ്റ്റ് വണ്ണാണ് റോഡ് ഗതാഗതം. റോഡ് ഗതാഗതത്തിൽ ഒറ്റയടി പാതകളും മൺപാതകളുമാണ് പണ്ടുകാലത്ത് ഗതാഗതത്തിന് ഉപയോഗിച്ചിരുന്നത്. കാലക്രമത്തിൽ കല്ല് പാകിയ പാതകളും കോൺക്രീറ്റ് പാതകളും ടാർ ചെയ്ത പാതകളും നിലവിൽ വന്നു. മക് ആദം റോഡുകൾ. 1820 സ്കോട്ടിഷ് എഞ്ചിനീയറായ JL മക് ആദമാണ് ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത്. കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തി റോഡ് റോളർ മെഷീനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇത്തരം റോഡുകൾ മക് ആദം റോഡുകൾ എന്നറിയപ്പെടുന്നു. മക് ആദം റോഡ് എന്ന് പറഞ്ഞാൽ 1820 സ്കോട്ടിഷ് എഞ്ചിനീയറായ JL മക്ദം ആണ് ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത്. ഈ റോഡുകളെയാണ് മക് ആദം റോഡുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ രാജ്യത്ത് ഗ്രാമീണ പാതകൾ, സംസ്ഥാന പാതകൾ, ദേശീയ പാതകൾ, എക്സ്പ്രസ് ഹൈവേകൾ എന്നിങ്ങനെ ബൃഹത്തായ റോഡ് ശൃംഖല നിലവിലുണ്ട്. ലോകത്തിലെ 2ാമത്തെ വലിയ റോഡ് ശൃംഖല ഇന്ത്യയിലാണ്. ഉള്ളത് ഇന്ത്യയിലാണ്. ഒരു രാജ്യത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക വളർച്ച ഉറപ്പുവരുത്തുന്നതിൽ റോഡ് ഗതാഗതം പ്രധാന പങ്കുവഹിക്കുന്നു. ഇനി ഇന്ത്യയിലെ പ്രധാന ഹൈവേകൾ, അതിൽ ഒന്നാണ് സുവർണ ചതുഷ്കോണം, ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ. ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ശൃംഖലയാണ് ഇത്. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളിലൂടെയും 12 സംസ്ഥാനങ്ങളിലൂടെയും ഈ പാത കടന്നുപോകുന്നു. സുവർണ ചതുഷ്കോണം ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളിലൂടെയും 12 സംസ്ഥാനങ്ങളിലൂടെയും കടന്നുപോകുന്ന പ്രധാന ദേശീയപാത ശൃംഖലയാണ്. അടുത്തതാണ് വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയും, നോർത്ത്, സൗത്ത് ആൻഡ് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർസ്. വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരിയുമായും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി സിൽച്ചാറിനെ പോർബന്ദറുമായും ബന്ധിപ്പിക്കുന്നു. വടക്ക് ശ്രീനഗർ, തെക്ക് കന്യാകുമാരി. ഇപ്പോൾ വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗർ ടു കന്യാകുമാരി, കിഴക്ക് പടിഞ്ഞാറ് കിഴക്ക് സിൽച്ചാർ, പടിഞ്ഞാറ് പോർബന്ദർ. അപ്പം കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി സിൽച്ചാർ ടു പോർബന്ദർ. ഇനി റെയിൽ ഗതാഗതമാണ്. ഏത് പ്രായക്കാർക്കും കൗതുകം ഉണർത്തുന്ന ഒരു കാഴ്ചയാണ് തീവണ്ടി. കരയിലെ ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനമാണിത്. ബ്രിട്ടനിലാണ് റെയിൽവേ സംവിധാനം ആരംഭിച്ചത്. ആവിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടെയാണ് ലോക്കോമോട്ടീവ് എന്ന തീവണ്ടി ഉദയം ചെയ്തത്. 1825 ജോർജ് സ്റ്റീഫൻസൺ ബ്രിട്ടനിൽ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചു. ഇത് പ്രവർത്തിപ്പിക്കാനുള്ള ഇന്ധനമായി കൽക്കരിയാണ് ഉപയോഗിച്ചിരുന്നത്. പിൽക്കാലത്ത് സാങ്കേതിക വികാസത്തിൻ്റെ ഫലമായി ഡീസൽ എഞ്ചിനുകളും ഇലക്ട്രിക് എഞ്ചിനുകളും നിലവിൽ വന്നു. 1825 ജോർജ് സ്റ്റീഫൻസൺ ബ്രിട്ടനിൽ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചു. അപ്പോൾ ബ്രിട്ടനിലാണ് റെയിൽവേ സംവിധാനം ആദ്യമായിട്ട് ആരംഭിച്ചത്. 1825 ഇംഗ്ലണ്ടിലെ സ്റ്റോക്ടൺ, ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ലോകത്തെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ടു. ജോർജ് സ്റ്റീഫൻസൺ നിർമ്മിച്ച സ്റ്റീഫൻസൺ റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവ് ഈ പാതയിലൂടെ ഓടിച്ചുകൊണ്ടാണ് ലോകത്തിലെ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. അപ്പോൾ 1825 ഇംഗ്ലണ്ടിലെ സ്റ്റോക്ടൺ, ഡാർലിംഗ്ടൺ എന്നീ നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ലോകത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ടത്. ജോർജ് സ്റ്റീഫൻസൺ നിർമ്മിച്ച സ്റ്റീഫൻസൺ റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവ് ഈ പാതയിലൂടെ ഓടിച്ചുകൊണ്ടാണ് ലോകത്തിലെ
ലോകത്തെ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. ഇനി ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ റെയിൽ ഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. ഇന്ത്യയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കളും പ്രകൃതി വിഭവങ്ങളും കടൽ മാർഗം അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയിരുന്നു. ഈ വസ്തുക്കളും വിഭവങ്ങളും തുറമുഖങ്ങളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം എന്ന നിലയിലാണ് റെയിൽ ഗതാഗതം ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. അപ്പം ഇന്ത്യയിലെ ആദ്യ റെയിൽപാത ബോംബെ മുതൽ താനെ വരെ 1853. കേരളത്തിലെ ആദ്യ റെയിൽപാത ബേപ്പൂർ മുതൽ തിരൂർ വരെ 1861. ദൈനംദിന യാത്രയ്ക്കും ചരക്ക് നീക്കത്തിനും വിനോദയാത്രയ്ക്കും ജനങ്ങൾ പ്രധാനമായി ആശ്രയിക്കുന്ന ഗതാഗത സംവിധാനമാണ് റെയിൽവേ. വളരെ വിപുലമായ റെയിൽവേ ശൃംഖല ഇന്ത്യയിൽ നിലവിലുണ്ട്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽവേ സംവിധാനങ്ങളുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടേത്. ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനും ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ മെട്രോ റെയിൽ സംവിധാനം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ റെയിൽപാത 1853 ബോംബെ മുതൽ താനെ വരെ. കേരളത്തിലെ ആദ്യ റെയിൽപാത 1861 ബേപ്പൂർ മുതൽ തിരൂർ വരെ. ഇനി മെട്രോ റെയിൽ വൻ നഗരങ്ങളിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനുമാണ് മെട്രോ റെയിൽ ആരംഭിച്ചത്. കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ബംഗളൂരു, ചെന്നൈ, കൊച്ചി തുടങ്ങിയ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം മെട്രോ റെയിൽ സംവിധാനം നിലവിലുണ്ട്. ഇനി റെയിൽ ഗതാഗതത്തിൻ്റെ മേന്മകളാണ് പറയുന്നത്. കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗമാണ്. കൂടുതൽ ചരക്ക് നീക്കത്തിന് സഹായിക്കുന്നു. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അടുത്തത് ജലഗതാഗതം. മനുഷ്യർക്കും മൃഗങ്ങൾക്കും ജലാശയങ്ങൾ മുറിച്ചു കടക്കാൻ കഴിയാത്ത സാഹചര്യമായിരിക്കാം ജലഗതാഗതം എന്ന ആശയത്തിൽ എത്തിച്ചത്. ഒറ്റത്തടിയും ചങ്ങാടങ്ങളും ഉപയോഗിച്ചിരുന്ന മനുഷ്യർ മരത്തടിയുടെ മധ്യഭാഗം തീയിട്ട് കരിച്ച് പൊള്ളയാക്കിയാണ് ആദ്യകാലത്ത് തോണികൾ നിർമ്മിച്ചിരുന്നത്. പിന്നീട് പണിയായുധങ്ങളുടെ കണ്ടെത്തൽ തോണി നിർമ്മാണം എളുപ്പമാക്കി. ക്രമേണ പലതരത്തിലുള്ള വള്ളങ്ങളും പായ്ക്കപ്പലുകളും നിർമ്മിച്ച് ഇത് ജലഗതാഗതത്തെ കൂടുതൽ മെച്ചമാക്കി. മെസപ്പൊട്ടേമിയൻ ജനത വ്യാപാര രംഗത്ത് കപ്പലുകൾ പോലെയുള്ള ജലയാനങ്ങൾ ഉപയോഗിച്ചിരുന്നു. തുഴകളാലും നീളൻ കമ്പുകളാലും മുന്നോട്ട് നീക്കിക്കൊണ്ടുപോകുന്ന വിവിധ വലുപ്പത്തിലുള്ള ജലയാനങ്ങൾ ഇവർ നിർമ്മിച്ചിരുന്നു. ചരക്കു നീക്കത്തിനും സഞ്ചാരത്തിനും ഈ ജലയാനങ്ങൾ ഉപയോഗിച്ചു. സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായ ഗുജറാത്തിലെ ലോത്തലിൽ കപ്പൽ നിർമ്മാണത്തിൻ്റെ അതായത് ഡോക്ക് യാർഡിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ലോത്തലിൽ നിന്ന് കണ്ടെത്തിയ മുദ്രകളിലും ഹാരപ്പയിൽ നിന്ന് കണ്ടെത്തിയ മെസപ്പൊട്ടേമിയൻ മുദ്രകളിലും ബോട്ടിൻ്റെ രൂപങ്ങൾ പതിച്ചിട്ടുണ്ട്. ഇത് അക്കാലത്ത് ജലഗതാഗതം നിലനിന്നിരുന്നതിന് തെളിവാണ്. അപ്പോൾ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഗുജറാത്തിലെ ലോത്തലിലാണ്. അതൊരു സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായിരുന്നു. അവിടെ നിന്ന് കണ്ടെത്തിയ മുദ്രകളിലും അതേപോലെ ഹാരപ്പയിൽ നിന്ന് കണ്ടെത്തിയ മെസപ്പൊട്ടേമിയൻ മുദ്രകളിലൊക്കെ ബോട്ടിൻ്റെ രൂപങ്ങൾ പതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അക്കാലത്ത് ജലഗതാഗതം നിലനിന്നിരുന്നു എന്നതിൻ്റെ തെളിവാണ്. ജലഗതാഗതത്തെ ഉൾനാടൻ ജലഗതാഗതം, സമുദ്ര ജലഗതാഗതം എന്നിങ്ങനെ രണ്ടായി തിരിക്കാം. റെയിൽവേ കടന്നു വരുന്നതിന് മുമ്പ് ഇന്ത്യയിലെ പ്രധാന ഗതാഗത മാർഗമായിരുന്നു ഉൾനാടൻ ജലഗതാഗതം. നദികളും കായലുകളും ധാരാളമുള്ള പ്രദേശങ്ങളിലാണ് ഉൾനാടൻ ജലഗതാഗതം പുരോഗതി പ്രാപിച്ചത്. പിൽക്കാലത്ത് ഇതിനായി കനാലുകൾ നിർമ്മിക്കപ്പെട്ടു. കേരളത്തിലെ ഉൾനാടൻ ജലഗതാഗത പാതകൾ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത നമ്പർ 3, കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാൽ എന്നിവയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട 2 ഉൾനാടൻ ജലഗതാഗത പാതകൾ. റെയിൽവേ സംവിധാനം ശക്തിപ്പെടുത്തുന്നതുവരെ ചരക്കു നീക്കത്തിന് പ്രധാനമായും ഈ ജലപാതകളെയാണ് ആശ്രയിച്ചിരുന്നത്. ഉൾനാടൻ ജലപാതകൾ ഇന്ന് വൻതോതിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. ഇന്ത്യയുമായുള്ള വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിന് യൂറോപ്യർ ജലഗതാഗതത്തിന് പ്രാധാന്യം നൽകി. നഗരങ്ങളിലേക്ക് കൽക്കരി കൊണ്ടുപോകുന്നതിനുള്ള മാർഗം എന്ന നിലയിലാണ് യൂറോപ്യർ ആദ്യകാലങ്ങളിൽ കനാലുകൾ നിർമ്മിച്ചിരുന്നത്. ക്രമേണ ഇത്തരം കനാലുകൾ ജലയാത്രയ്ക്കായി കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി. കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട കനാലുകളാണ് കനോലി കനാൽ, പാർവതി പുത്തനാർ തുടങ്ങിയവ. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിൽ ധാരാളം കനാലുകളുണ്ട്. കനോലി കനാൽ. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലാ കളക്ടറായിരുന്ന HV കനോലി 1845 കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ വിശാലമായ ജലഗതാഗത മാർഗം എന്ന ആശയം മുന്നോട്ട് വച്ചു. പിന്നീട് പൊന്നാനി, ചാവക്കാട് ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി കൊടുങ്ങല്ലൂർ വരെയുള്ള പുഴകളെ ബന്ധിപ്പിച്ചുകൊണ്ട് കനാലുകൾ നിർമ്മിച്ചു. ഈ ജലപാത കനോലി കനാൽ എന്നറിയപ്പെടുന്നു. അപ്പോൾ കനോലി കനാൽ നിർമ്മിച്ചത് 1845 അന്നത്തെ മലബാർ ജില്ലാ കളക്ടറായിരുന്ന HV കനോലിയാണ്. പാർവതി പുത്തനാർ. തിരുവനന്തപുരം ജില്ലയിലെ വേളി, കഠിനംകുളം കായലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച കനാലാണ് പാർവതി പുത്തനാർ. കനോലി കനാൽ നിർമ്മിച്ചത് HV കനോലി 1845. പാർവതി പുത്തനാർ ബന്ധിപ്പിക്കുന്നത് തിരുവനന്തപുരത്തെ വേളി, കഠിനംകുളം കായലുകൾ. മുൻകാലങ്ങളിൽ രാജ്യാന്തര യാത്രകൾക്കും ചരക്ക് ഗതാഗതത്തിനും ഏറ്റവും അധികം ആശ്രയിച്ചിരുന്നത് സമുദ്രഗതാഗതത്തെ ആയിരുന്നു.
കാറ്റിൻ്റെ ദിശാശക്തി കൊണ്ട് സഞ്ചരിക്കുന്ന പായ്ക്കപ്പലുകളുടെ കണ്ടുപിടുത്തം സമുദ്രഗതാഗതത്തെ മെച്ചപ്പെടുത്തി. അതോടെ മറ്റു ദേശങ്ങളിലേക്കുള്ള യാത്രകൾ വർദ്ധിച്ചു. ആവിയന്ത്രത്തിൻ്റെ കണ്ടെത്തലോടെ ആവിശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കപ്പലുകൾ നിർമ്മിക്കുകയും കടൽ യാത്ര കൂടുതൽ സുരക്ഷിതമാവുകയും ചെയ്തു. പിന്നീട് ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന കപ്പലുകളും നിർമ്മിക്കപ്പെട്ടു. സമുദ്ര ജലഗതാഗതം സാധ്യമാകുന്നത് തീരദേശ ജലപാതയിലൂടെയും അന്താരാഷ്ട്ര ജലപാതയിലൂടെയുമാണ്. രാജ്യത്തിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾക്കിടയിൽ ചരക്കുകളെയും യാത്രകളെയും കൊണ്ടുപോകുന്നത് തീരദേശ ജലപാതകൾ വഴിയാണ്. എന്നാൽ മറ്റു രാജ്യങ്ങളുടെ തുറമുഖങ്ങൾക്കിടയിൽ ചരക്കു നീക്കത്തിനും യാത്രക്കാരെ കൊണ്ടുപോകുന്നതിനും അന്താരാഷ്ട്ര ജലപാതയാണ് ഉപയോഗിക്കുന്നത്. ഈ ജലപാതയിലൂടെയാണ് ഇറക്കുമതിയും കയറ്റുമതിയും പ്രധാനമായും നടക്കുന്നത്. അപ്പോൾ ജലഗതാഗതത്തിൻ്റെ മേന്മ താരതമ്യേന ചെലവ് കുറവാണ്, മലിനീകരണം കുറവാണ്. ഇനി വ്യോമഗതാഗതം. ഫ്രാൻസിലെ ഒരു കടലാസ് ഫാക്ടറി ഉടമയായിരുന്നു ജാക്യൂസ് മോണ്ട്ഗോൾഫിയർ. നനഞ്ഞ വസ്ത്രം പെട്ടെന്ന് ഉണക്കുന്നതിനായി തൂക്കിയിട്ടിരുന്ന വസ്ത്രത്തിനു താഴെ തീ കൂട്ടി കത്തിക്കുകയായിരുന്നു ജാക്യൂസിൻ്റെ ഭാര്യ. ഉണങ്ങാനിട്ടിരുന്ന വസ്ത്രം ആകാശത്തേക്ക് പറന്നുയർന്നത് അദ്ദേഹത്തിൽ അതിശയം ഉളവാക്കി. ആ കാഴ്ച ജാക്യൂസിനെ ഏറെ ചിന്തിപ്പിച്ചു. പിന്നീടുള്ള ദിവസങ്ങൾ അദ്ദേഹത്തിന് വിശ്രമമുണ്ടായിരുന്നില്ല. തൻ്റെ സഹോദരനായ ജോസഫ് മോണ്ട് ഗോൾഫിയറുമായി ചേർന്ന് ജാക്യൂസ് ഒരു കൂറ്റൻ ബലൂൺ ഉണ്ടാക്കി. ചൂട് വായു നിറച്ച ആ ബലൂൺ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുകളിലേക്ക് ഉയർന്നു. അതിനുശേഷം ബലൂണിൻ്റെ കീഴ്ഭാഗത്ത് കുട്ട വെച്ച് പിടിപ്പിച്ച് സ്വന്തം വീട്ടിലെ കോഴി, താറാവ് എന്നിവയെ യാത്രക്കാരാക്കി. തുടർന്ന് ജാക്യൂസും ജോസഫും ആ ബലൂൺ വാഹനത്തിൽ പാരീസ് നഗരത്തിന് മുകളിലൂടെ അരമണിക്കൂർ പറന്നു. 1783 ഉണ്ടായ ഈ സംഭവമാണ് പിന്നീട് ആകാശയാത്രകൾക്ക് തുടക്കമിട്ടത്. 1783 ചൂടുവായു നിറച്ച ബലൂണുകൾ പറത്തിക്കുക വഴി ആകാശയാത്രയ്ക്ക് തുടക്കമിട്ടത് ജാക്യൂസും ജോസഫുമാണ്. ജാക്യൂസ് മോണ്ട് ഗോൾഫിയറും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരനായ ജോസഫ് മോണ്ട് ഗോൾഫിയറുമാണ്. ഇന്നത്തെ വിമാനത്തിൻ്റെ ആദ്യ രൂപം എന്ന് പറയാവുന്ന തരത്തിൽ വിമാനം നിർമ്മിച്ചത് അമേരിക്കക്കാരായ ഓർവിൽ റൈറ്റ്, വിൽബർ റൈറ്റ് എന്നീ സഹോദരന്മാരാണ്. അവരാണ് റൈറ്റ് സഹോദരന്മാർ എന്നറിയപ്പെടുന്നത്. ഇവർ നിർമ്മിച്ച വിമാനത്തിൻ്റെ പേര് ഫ്ലയർ 1 എന്നായിരുന്നു. അമേരിക്കയിലെ നോർത്ത് കരോലിനയിൽ നിന്ന് 1903 ഡിസംബർ 17-നാണ് ഫ്ലയർ 1 പറന്നുയർന്നത്. റൈറ്റ് സഹോദരന്മാർ ആയ ഓർവിൽ റൈറ്റ്, വിൽബർ റൈറ്റ് അമേരിക്കക്കാരാണ്. അവർ 1903 ഡിസംബർ 17-ന് അവർ നിർമ്മിച്ച വിമാനമായ ഫ്ലയർ 1 പറത്തിയ സ്ഥലം അമേരിക്കയിലെ നോർത്ത് കരോലിനയിൽ നിന്നാണ്. കാലക്രമേണ ഹെലികോപ്റ്ററുകൾ, ജെറ്റ് വിമാനങ്ങൾ, യാത്രാവിമാനങ്ങൾ, സൂപ്പർസോണിക് വിമാനങ്ങൾ എന്നിവ നിർമ്മിക്കാൻ മനുഷ്യർക്ക് സാധിച്ചു. രാജ്യത്തിനകത്തും പുറത്തും ദീർഘദൂര യാത്രകൾക്കായി വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു യാത്രാമാർഗമാണ് വ്യോമഗതാഗതം. ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനവും ഇത് തന്നെയാണ്. സൈനിക ആവശ്യങ്ങൾക്കായും വ്യോമഗതാഗത സംവിധാനം ഉപയോഗിക്കുന്നു. ഇനി ഇന്ത്യയിലെ വ്യോമഗതാഗതം. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെയാണ് ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ചത്. 1911 അലഹബാദിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള നൈനിയിലേക്ക് കത്തുകൾ വഹിച്ചുകൊണ്ടുള്ള വിമാനം പറന്നുയർന്നതോടെയായിരുന്നു ഇന്ത്യയിൽ വ്യോമഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. 1912 ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനം ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും സർവീസ് നടത്തി. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയായ ടാറ്റ എയർലൈൻസ് 1932 കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യ സർവീസ് നടത്തി. ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം മുംബൈയിലെ ജുഹുവിലാണ്. ലോകത്തിലെ ഏറ്റവും വിപുലമായ വ്യോമഗതാഗത ശൃംഖലയുള്ള രാജ്യങ്ങളിൽ ഒന്നായി ഇന്ത്യ ഇന്ന് മാറിയിരിക്കുന്നു. അപ്പോൾ 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെയാണ് ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ചത്. 1911 അലഹബാദിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയുള്ള നൈനിയിലേക്ക് കത്തുകൾ വഹിച്ചുകൊണ്ട് വിമാനം പറന്നുയർന്നതോടെയാണ് ഇന്ത്യയിൽ വ്യോമഗതാഗതത്തിന് തുടക്കം കുറിച്ചത്. 1912 ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ആദ്യ അന്താരാഷ്ട്ര വിമാനം ലണ്ടനിൽ നിന്ന് കറാച്ചിയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും സർവീസ് നടത്തി. ഇന്ത്യയിലെ ആദ്യ വാണിജ്യ വിമാന കമ്പനി ടാറ്റ എയർലൈൻസ് 1932 കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യ സർവീസ് നടത്തി. ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം സ്ഥിതി ചെയ്തിരുന്നത് മുംബൈയിലെ ജുഹുവിലാണ്. വ്യോമഗതാഗതത്തിൻ്റെ മേന്മ ഏറ്റവും വേഗതയേറിയ ഗതാഗത മാർഗ്ഗമാണ്. വിവിധ ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുകയും ഭൂമിയെ ഒരു ആഗോള ഗ്രാമമാക്കുകയും ചെയ്യുന്നു. ദേശീയ പ്രതിരോധത്തിന് ഉപയോഗപ്പെടുത്തുന്നു. ഇനി പറയുന്നത് വായുമലിനീകരണത്തെക്കുറിച്ചാണ്.
വാഹനങ്ങളുടെ പെരുപ്പം കാരണം ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ, വർദ്ധിച്ച ഗതാഗത കുരുക്ക്, വായുമലിനീകരണം, ശബ്ദമലിനീകരണം, ആരോഗ്യ പ്രശ്നങ്ങൾ, ഉയർന്ന തോതിലുള്ള വാഹനാപകടങ്ങൾ, പരിമിതമായ പാർക്കിംഗ് സൗകര്യം, കാൽനടയാത്രക്കാരുടെയും സൈക്കിൾ യാത്രക്കാരുടെയും സുരക്ഷ കുറയ്ക്കുന്നു തുടങ്ങിയവയാണ്. ഗതാഗത സംവിധാനങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ മുൻപിട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആശയവിനിമയ സംവിധാനങ്ങൾ. ഒരിടത്തു നിന്നോ ഒരു വ്യക്തിയിൽ നിന്നോ വിവരങ്ങൾ മറ്റൊരിടത്തേക്കോ മറ്റൊരാളിലേക്കോ കൈമാറുന്നതാണ് ആശയവിനിമയം. പ്രാചീനകാലം മുതൽ മനുഷ്യർ അവരുടെ ആവശ്യങ്ങൾക്കനുസൃതമായി വ്യത്യസ്ത ആശയവിനിമയ ഉപാധികൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. സംഭാഷണത്തിലൂടെ, എഴുത്തിലൂടെ, ഫോണിലൂടെ. ആദിമ മനുഷ്യർ മുഖചലനങ്ങളിലൂടെയും ശബ്ദങ്ങളിലൂടെയും ആശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. പിന്നീട് അവർ ദൂരസ്ഥലങ്ങളിലുള്ളവരുമായി ആശയം കൈമാറാൻ തീയും പുകയും അടയാളമായി ഉപയോഗിച്ചു. ഏകദേശം 30,000 വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യർ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയത് എന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. പ്രാചീനകാലത്തെ ഗുഹകളുടെ ഭിത്തികളിൽ വരച്ച ചിത്രങ്ങൾ അക്കാലത്തെ ആശയവിനിമയത്തിന് ഉദാഹരണങ്ങളാണ്. ചിഹ്നങ്ങളും ചിത്രങ്ങളും ആശയപ്രകടനത്തിന് ഉപയോഗിച്ചു. പിന്നീട് അവർ ലിപികൾക്കും എഴുത്തുവിദ്യയ്ക്കും രൂപം നൽകി. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യർ എഴുത്തുവിദ്യ രൂപപ്പെടുത്തിയത് എന്നാണ് നിഗമനം. സുമേറിയക്കാരാണ് ആദ്യമായി എഴുത്തുവിദ്യ വികസിപ്പിച്ചത്. ക്യൂണിഫോം എന്ന പേരിൽ ഈ ലിപി അറിയപ്പെട്ടു. ഇവ കളിമൺ ഫലകങ്ങളിലാണ് എഴുതിയിരുന്നത്. അപ്പോൾ ആദ്യത്തെ എഴുത്തുവിദ്യ വികസിപ്പിച്ചെടുത്തത് സുമേറിയക്കാരാണ്. അവരുടെ ലിപി അറിയപ്പെടുന്നത് ക്യൂണിഫോം എന്നാണ്. കളിമൺ ഫലകങ്ങളിലാണ് അവ എഴുതിയിരുന്നത്. ഈജിപ്തിൽ രൂപം കൊണ്ട ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ്. ഇനി ശിലകളിൽ എഴുതാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണം കൂർത്ത കല്ലുകളായിരുന്നു. ചെമ്പുതകിടിൽ ലോഹ എഴുത്താണിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. താളിയോലയിൽ എഴുത്താണിയോ അല്ലെങ്കിൽ നാരായമോ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ആദ്യകാലങ്ങളിൽ വാർത്തകളും സന്ദേശങ്ങളും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തിലേക്ക് എത്തിക്കാനായി കുതിരകളെയും നായകളെയും പക്ഷികളെയും ഉപയോഗപ്പെടുത്തിയിരുന്നു. വാർത്തകളും സന്ദേശങ്ങളും പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് രാജഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന ആശയവിനിമയ മാർഗങ്ങളിൽ ഒന്നാണ് രാജവിളംബരം എന്ന് പറയുന്നത്. അച്ചടി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തോടെ വാർത്തകളും സന്ദേശങ്ങളും കൈമാറുന്നത് എളുപ്പത്തിലായി. അച്ചടി സാങ്കേതികവിദ്യ കണ്ടുപിടിച്ചത് ചൈനക്കാരാണ്. ആദ്യകാലങ്ങളിൽ അച്ചടി യന്ത്രങ്ങൾ മരക്കട്ടകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിപ്പിച്ചിരുന്നത്. പിന്നീട് ജർമ്മൻകാരനായ ഗുട്ടൻബർഗ് ഇരുമ്പ് ഉപയോഗിച്ചുള്ള അച്ചടി യന്ത്രം കണ്ടുപിടിച്ചു. അച്ചടിയുടെ വരവോടെ ആശയങ്ങളും വാർത്തകളും വേഗത്തിൽ പ്രചരിക്കാൻ തുടങ്ങി. അച്ചടി സാങ്കേതികവിദ്യ കണ്ടുപിടിച്ച ചൈനക്കാരാണ്. ഇരുമ്പ് ഉപയോഗിച്ചുള്ള അച്ചടിയന്ത്രം കണ്ടുപിടിച്ചത് ഹെർമൻ ഗുണ്ടട്ടാണ്. ജർമ്മൻകാരനായ ഹെർമൻ ഗുണ്ടട്ടായിരുന്നു. തപാൽ സംവിധാനത്തിന്റെ കടന്നുവരവ് ആശയവിനിമയം വേഗത്തിലാക്കി. ഗതാഗത രംഗത്തുണ്ടായ പുരോഗതിയും ആശയവിനിമയത്തെ സ്വാധീനിച്ചു. ആശയങ്ങളും സന്ദേശങ്ങളും വാർത്തകളും എത്തിക്കുന്നതിന് തപാൽ സംവിധാനം വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങി. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലുണ്ടായ വികാസം ആശയവിനിമയ രംഗത്ത് വൻ കുതിച്ചുചാട്ടങ്ങൾക്ക് വഴിയൊരുക്കി. ഇന്റർനെറ്റിന്റെയും അനുബന്ധ സേവനങ്ങളുടെയും കടന്നുവരവ് ആശയവിനിമയ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ആശയവിനിമയ രീതികൾ വ്യക്തിഗത ആശയവിനിമയം, ബഹുജന ആശയവിനിമയം ഉണ്ട്. വ്യക്തിഗത ആശയവിനിമയം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സന്ദേശങ്ങളോ ആശയങ്ങളോ വിനിമയം ചെയ്യുന്നതാണ് വ്യക്തിഗത ആശയവിനിമയം. അതിനായിട്ട് പ്രയോജനപ്പെടുത്തുന്ന ഉപാധികളാണ് വ്യക്തിഗത ആശയവിനിമയോപാധികൾ. അതിൽ പെടുന്നതാണ് പണ്ടായിരുന്നെങ്കിൽ ഇൻലൻഡ്, അതേപോലെ ടെലഗ്രാഫ്, ടെലിഫോൺ, ഫാക്സ് മെഷീൻ, ഇപ്പോൾ ഇൻ്റർനെറ്റ്, ഇമെയിൽ, മൊബൈൽ ഫോൺ, ഇതൊക്കെ വ്യക്തിഗത ആശയവിനിമയോപാധികളിൽ പെടുന്നവയാണ്. ഇനി ബഹുജന ആശയവിനിമയം എന്ന് പറഞ്ഞാൽ ഒരു സന്ദേശമോ ആശയമോ വലിയൊരു ജനവിഭാഗത്തിലേക്ക് എത്തിക്കുന്നതാണ് ബഹുജന ആശയവിനിമയം. ഇതിനായി പ്രയോജനപ്പെടുത്തുന്ന മാധ്യമങ്ങളാണ് ബഹുജന ആശയവിനിമയോപാധികൾ. അതിന് എക്സാമ്പിൾസ് ആണ് വർത്തമാന പത്രങ്ങൾ, റേഡിയോ, ടെലിവിഷൻ, അതേപോലെ സെമിനാർ, പൊതുയോഗങ്ങൾ, തെരുവ് നാടകം. ഇതൊക്കെ ബഹുജന ആശയവിനിമയോപാധികളാണ്. ഇതുകൂടാതെ തന്നെ പുസ്തകങ്ങൾ, മാഗസിനുകൾ, കലാരൂപങ്ങൾ, സിനിമ, സാമൂഹിക മാധ്യമങ്ങൾ, ഇതും ബഹുജന ആശയവിനിമയോപാധികളിൽ പെടും. ഇനി ഇന്റർനെറ്റ് അധിഷ്ഠിത നൂതന ആശയവിനിമയ സാങ്കേതികവിദ്യ. ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്ന ശൃംഖലയാണ് ഇന്റർനെറ്റ്. പലതരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ലഭിക്കുന്നു. നൂതന ആശയവിനിമയ സംവിധാനങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. വീഡിയോ കോൺഫറൻസ്. അകലെയുള്ള സ്ഥലങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ കണ്ടുകൊണ്ട് സംസാരിക്കാനും ആശയങ്ങൾ കൈമാറാനും കഴിയുന്ന വിദ്യയാണ് വീഡിയോ കോൺഫറൻസ്. ഇ കൊമേഴ്സ്. ഇന്റർനെറ്റ് സംവിധാനത്തിലൂടെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമുള്ള സംവിധാനമാണ് ഇ കൊമേഴ്സ്. ഇമെയിൽ. ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ച് സന്ദേശങ്ങൾ അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് ഇമെയിൽ. ടെലിമെഡിസിൻ. വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അകലെയുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആരോഗ്യരംഗത്ത് ഉപയോഗപ്പെടുത്തുന്നതാണ് ടെലിമെഡിസിൻ. ഇത്രയുമാണ് ഈ പാഠത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ.